ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. ചാപ്റ്റർ 1 പാരലൽ ലൈൻസ്, പേജ് നമ്പർ 21 പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 ആണ്. ആദ്യത്തെ പ്രോബ്ലം, ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം വരയ്ക്കുക. ആദ്യം നമുക്ക് ആ റഫ് ഫിഗർ ഒന്ന് വരയ്ക്കാം. അതിന് നമുക്ക് എ ബി സി എന്ന പേര് കൊടുക്കാം. ഇപ്പോൾ ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ആംഗിളും കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം അല്ലേ. അപ്പോൾ ഇതിന് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ എ നമുക്കറിയാം 40 ഡിഗ്രി, പ്ലസ് ആംഗിൾ ബി അറിയില്ല, പ്ലസ് ആംഗിൾ സി എത്രയാണ്? 60 ഡിഗ്രി. ഈക്വൽ എത്ര കിട്ടണം? 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി, അത് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം, ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് 60യും 40 ഡിഗ്രിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്? 100 ഡിഗ്രി, ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എത്ര എന്ന് കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കാം. അതിനായിട്ട് ആദ്യം എ ബി 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം എയിൽ വരത്തക്ക വിധം എ ബി എന്ന ലൈനിൽ വയ്ക്കണം പ്രൊട്രാക്ടർ. അതിനുശേഷം ബിയിൽ നിന്നും 0, 10, 20, 30, 40യിൽ നമുക്കൊരു പോയിൻ്റ് ഇടാം. എന്നിട്ട് എയിൽ നിന്നും നമ്മളിപ്പോൾ പോയിൻ്റ് ഇട്ടില്ലേ, അതിലേക്ക് നീട്ടിയൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ എ എത്ര? 40 ഡിഗ്രി എന്ന് കിട്ടും. അതവിടെ എഴുതാം. ഇനി പ്രൊട്രാക്ടറുടെ സെൻറ്റർ ഭാഗം ബിയിൽ വെക്കണം. എന്നിട്ട് എ ബി എന്ന ലൈനിൽ തന്നെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്, പക്ഷേ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിൽ വരണം. എന്നിട്ട് എയിൽ നിന്നും 0, 10, 20, 30, 40 അങ്ങനെ 80 എത്തുമ്പോൾ നമുക്കൊരു ഡോട്ട് ഇടാം. അതിനുശേഷം ബിയിൽ നിന്നും ആ 80യിലേക്ക്, നമ്മൾ 80യിലൊരു പോയിൻ്റ് ഇട്ടില്ലേ, അതിലേക്ക് നീട്ടിയൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അവിടെ ആംഗിൾ ബി എത്ര എന്ന് എഴുതണം? 80 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ എയിൽ നിന്ന് നീട്ടി വരച്ച ലൈനും ബിയിൽ നിന്ന് നീട്ടി വരച്ച ലൈനും ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടും അല്ലേ. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് സി. അത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. അവിടെ 60 ഡിഗ്രി എന്ന് എഴുതുക. അപ്പോൾ ആ പ്രോബ്ലം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ഇൻ എ റെക്റ്റാങ്കിൾ. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. നമുക്കാദ്യം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഫിഗർ വരയ്ക്കാം. എന്നിട്ട് ആ ഒരു റെക്റ്റാങ്കിളും അതിനുള്ളിൽ ഒരു ട്രയാങ്കിളും, ആ റെക്റ്റാങ്കിളിന് എ ബി സി ഡി എന്ന പേര് കൊടുക്കാം. അപ്പോൾ ആ റഫ് ഫിഗർ വരച്ചല്ലോ, അതിൽ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അത് നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ദെയർഫോർ ആംഗിൾ എ ഈക്വൽ ആംഗിൾ ബി ഈക്വൽ ആംഗിൾ സി ഈക്വൽ ആംഗിൾ ഡി എത്രയാണ്? ഈക്വൽ 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കേ, അതിൽ ആംഗിൾ എ 90 ഡിഗ്രി എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുണ്ട്, എയുടെ ഒരു കുറച്ച് പാർട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ 1 പാർട്ട് ഓഫ് ആംഗിൾ എ ഈസ് 40 ഡിഗ്രി. റിമൈനിങ് പാർട്ട്, അതിൻ്റെ ബാക്കി എത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി, അപ്പോൾ എത്രയാണ്? 50 ഡിഗ്രിയാണ് ആംഗിൾ എയുടെ ബാക്കി ഭാഗം, റിമൈനിങ് പാർട്ട്. അതവിടെ എഴുതണം, ആംഗിളിൽ വരച്ച് എഴുതണം. അതുപോലെ തന്നെ ആംഗിൾ ഡിയും 90 ഡിഗ്രിയാണ് അല്ലേ. പക്ഷെ നമുക്കിവിടെ 25 ഡിഗ്രി, അതായത് ആംഗിൾ ഡിയുടെ കുറച്ച് ഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റിമൈനിങ് പാർട്ട് എത്രയെന്ന് കൂടി കണ്ടുപിടിക്കണം. 1 പാർട്ട് ഓഫ് ആംഗിൾ ഡി ഈസ് 25 ഡിഗ്രി. റിമൈനിങ് പാർട്ട് ഈക്വൽ 90 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി 65 ഡിഗ്രി. അത് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എഴുതണം, ഡിയുടെ ഭാഗത്ത് എഴുതണം 65 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ കിട്ടിയല്ലേ. എയുടെ അവിടെ എത്രയാണ്? 50 ഡിഗ്രി. ഡിയുടെ ഭാഗത്ത് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 65 ഡിഗ്രി എന്ന് കിട്ടി. ഇനി
മറ്റൊരു ആംഗിൾ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ ഇനി തേർഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ദെയർഫോർ ദ തേർഡ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ഇട്ടിട്ട് എന്ത് എഴുതാം? 180 ഡിഗ്രി മൈനസ് 65 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 65 ഡിഗ്രിയും 50 ഡിഗ്രിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 115 ഡിഗ്രി. ഇനി 180 ഡിഗ്രിയിൽ നിന്നും 115 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65 ഡിഗ്രി. അതാണ് തേർഡ് ആംഗിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ആംഗിൾ എയുടെ അവിടെ എത്രയാണ്? 50 ഡിഗ്രി. പിന്നെ ആംഗിൾ ഡിയുടെ ആ ഭാഗത്ത് 65 ഡിഗ്രി. തേർഡ് ആംഗിൾ 65 ഡിഗ്രി. അതോടെ ഈ പ്രോബ്ലം അവസാനിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്